അടുത്ത് ഞാൻ കൈയുടെ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ പോയിന്റിൽ നിന്നാണ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ നമ്മുടെ വെസ്റ്റ് ലൈൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ സ്ട്രക്ചർ വരുമ്പോൾ ഈ ഒരു ബ്ലോക്ക് വരുമ്പോൾ ഇങ്ങനെ വരലോടെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. അത് നിങ്ങൾക്ക് അറിയാം. ഒരു ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ വേസ്റ്റ് നമ്മൾ കൈ അടുപ്പിച്ച് നിൽക്കുന്ന ഒരു ക്രോക്കിയാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്ലോക്ക് ഫിഗറാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൈ അടുത്ത് ആയതുകൊണ്ട് നമ്മളുടെ തന്നെ നമ്മൾ നേരെ നിന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് കൈ ഇങ്ങനെ നമ്മുടെ അറ്റൻഷൻ എന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കൈ ദേഹത്തോട് ചേർന്നിട്ടാണ് വരിക. അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസേ കാണുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ നിന്ന്, ഇതാണ് വേസ്റ്റ് കർവ് എന്നുള്ളത് അറിയാം. ഈ മൂന്നാമത്തെ പോയിന്റിൽ നിന്ന്, ഇത് മൂന്നാമത്തെ പോയിൻ്റാണ്. ഈ മൂന്നാമത്തെ പോയിന്റിന് ഈ ഭാഗത്തിന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് വെക്കാം. അതുപോലെ പിന്നത്തെ പോയിന്റ് വരുന്നത് നമ്മുടെ കൈപ്പത്തി ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ, ഈ ഒരു കൈപ്പത്തി എന്നുള്ളൊരു പോർഷൻ വരുന്നത് ഈ ക്രോച്ച് ലൈനിലാണ്, 4ാമത്തെ പോയിന്റിലാണ്. അപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ. അതും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ. ഓക്കെ, ഇവിടെയും 1/4 ഇഞ്ച് ഡിസ്റ്റൻസ്, ഇവിടെയും 1/4 ഇഞ്ച് ഡിസ്റ്റൻസ്. അത് മാത്രം ഓർത്ത് വയ്ക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൽബോ പോയിൻ്റാണ്. എൽബോ പോയിൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഈ വേസ്റ്റ് കർവ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് കർവിൽ നിന്ന് മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്യാം. 1/4 ഇഞ്ച് കഴിഞ്ഞൊരു പോയിൻ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഒരു 1/4 ഇഞ്ച്. ഓക്കെ, ഈ ഒരു പോയിൻ്റ് വന്നു. ഇവിടെയാണ് എൽബോ വരുന്നത്. ഓക്കെ, എൽബോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ മുട്ടാണ്. ഈ കൈയുടെ മുട്ടുണ്ടല്ലോ, ഈ കൈയുടെ മുട്ടാണ് എൽബോ എന്നുള്ള ഭാഗം വരുന്നത്. ആ എൽബോയുടെ പോർഷൻ്റെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എൽബോയുടെ അവിടെ നമ്മളൊരു സർക്കിളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കാറ്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഷേപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ അതങ്ങനെ അവിടെ എൽബോ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൈ നമ്മൾ നേരെ പിടിക്കുമ്പോൾ നമ്മുടെ മുട്ട് വരെയുള്ള ഭാഗം, കൈമുട്ടിൻ്റെ ഭാഗം വരെയുള്ള ഭാഗം കുറച്ച് നീളം കുറവാണ്. ആ മുട്ടിന് ശേഷം കൈപ്പത്തി വരെയുള്ള ഭാഗമാണ് കുറച്ചും കൂടി നീളം കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ എൽബോ വന്നത്. പിന്നെ ഇവിടേക്ക് വന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ കൈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക്, ഫിംഗർ ടിപ്പ് എവിടെ വരണേന്ന് നമുക്ക് അടുത്തത് നോക്കണം. ഫിംഗർ ടിപ്പ് വരുന്നത് ഈ 5th പോയിന്റിലാണ്. ഞാൻ ഒന്ന് ലൈറ്റായിട്ട് ലൈൻ ഒന്ന് വരച്ചിട്ടിടാം. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ വേണം ഫിംഗർ ടിപ്പ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ഫിംഗർ ടിപ്പ്. ഓക്കെ, ഫിംഗർ ടിപ്പ് എന്ന് പറയുന്നത് കൈയുടെ ഇവിടെ വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇവിടെ വരച്ചു. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ തള്ളവിരലിൻ്റെ പോർഷൻ അല്ലേ. ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് കണ്ട ഇങ്ങനെ വന്ന് ഓക്കെ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഷേപ്പ് വന്നു. ഞാൻ വെറുതെ വരച്ചിട്ടുള്ളൂ കേട്ടോ, ഒരു സ്ട്രക്ചർ ഫേസാണ്. ഇത് ബാക്കി ഷേപ്പൊക്കെ ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിങ്ങനെ ഷേപ്പൊക്കെ ആക്കി വരുമ്പോൾ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രക്ചർ എടുത്ത് തന്നതാണ്. ഇത് ഫിംഗർ ടിപ്പ് വരുന്നത് 5 എന്നുള്ളൊരു പോയിന്റിലാണ്. ക്രോസ് ലൈനിൻ്റെ അവിടെയാണ് നമ്മുടെ ഈ ഭാഗം വന്ന് അവസാനിക്കേണ്ടത്. ഓക്കെ, ക്രോസ് ലൈൻ 4th ലൈനിൽ. അത് കഴിഞ്ഞ് എൽബോ വരുന്നത് 3rd ലൈനിൽ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചിൻ്റെ മുകളിലൊരു പോയിന്റ് കൊടുത്തിട്ട്, 1/4 ഇഞ്ചൊക്കെ മതി, അതിൽ കൂടുതൽ വേണ്ട, 1/4 ഇഞ്ചിൻ്റെ മുകളിൽ കൊടുത്തിട്ട് എൽബോ എന്നുള്ള പോയിന്റ് അവിടെ വരും. അവിടെയാണ് മുട്ട് വരാം. ഓക്കെ, അവിടെ ആ മുട്ടിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ കൈയുടെ അകലം എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. ഇവിടേക്ക് വരുമ്പോൾ വണ്ണം കുറവാണ് നമ്മുടെ കൈ അല്ലേ, ഇവിടെയൊക്കെ വരുമ്പോൾ വണ്ണം കുറവാണ്. അപ്പോൾ ഇവിടേക്ക് ഇത്തിരി വണ്ണത്തിൽ വരുന്ന ഭാഗമായതുകൊണ്ട് 1/2 ഇഞ്ച് വരുന്നു. പിന്നെ ഷോൾഡറിൽ നിന്നാണ് നമ്മുടെ കൈ തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബെസ്റ്റ് ലൈനിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് വരച്ച് തുടങ്ങുന്നത്. ജസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കൊന്നുകൂടി കിട്ടും. അപ്പോൾ ഏകദേശം എല്ലാം കറക്റ്റായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 8 ഹെഡ് ബ്ലോക്ക് ഫിഗറാണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. 1 ഹെഡ് എന്ന് പറയുന്നത് 1.25 ഇഞ്ച് വീതമാണ് നമ്മൾ എല്ലായിടത്തും വരച്ചിരിക്കുന്നത്. ഓക്കെ,